കോതമംഗലത്തെ കാട്ടാനപ്പേടിക്ക് അറുതിയില്ല. പ്രതിരോധ മാർഗങ്ങളെല്ലാം പാളുമ്പോൾ ആശങ്കയിലാണ് ജനങ്ങൾ. ഇന്ന് പുലർച്ചെയും കോട്ടപ്പടി ജനവാസ മേഖലയിലെത്തിയ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് മുട്ടത്തുപാറ സ്വദേശി പ്രിൻസിന്റെ വീട്ടുവളപ്പിനു സമീപമെത്തിയ കാട്ടാനക്കൂട്ടം വീടിന്റെ പോർച്ചിലേക്ക് വാഴ മറിച്ചിട്ടത്. തുടർന്ന് പറമ്പിലേക്ക് പോയ ആനകൾ വാഴ, കവുങ്ങ്, വിവിധയിനം പച്ചക്കറികൾ, അതിർത്തി കയ്യാലകൾ എന്നിവയും നശിപ്പിച്ചു. സമീപകാലത്തായി മേഖലയിൽ ആനകൾ പകൽ സമയത്തും എത്തുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. മുട്ടത്തുപാറ, വടക്കുംഭാഗം പ്രദേശങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് പൊതുപ്രവർത്തകനായ ജൂവൽ ജൂഡി ആരോപിച്ചു. ഇന്നലെ ഏകദേശം രാത്രി 1 മണിയോടുകൂടിയാണ് മുട്ടത്തുപാറ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള വീടുകളിലും പ്രദേശങ്ങളിലും കാട്ടാന എത്തിയത്. രാത്രി 1 മണിയോടുകൂടിയിട്ട് അവർ ആ വീട്ടിൽ കാരണന്മാരും ചെറിയ കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. അവർ പേടിച്ച് നിലവിളിക്കുകയും അയൽവാസികളായ ആളുകൾ ഒരുമിച്ച് ചേർന്ന് ആനനെ ഓടിക്കുകയും ആറാട്ടിയെ വിളിക്കുകയൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഈ പ്രദേശത്ത് സ്ഥിരമായിട്ട് രാവും പകലും കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇതിനെ പറ്റിയിട്ട് ഒന്ന് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്ഥലം സന്ദർശിക്കാനോ പ്രാദേശിക നേതാക്കൾ പോലും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല, അതിന് മുതിരുന്നില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. നാളെ എന്തായാലും വനം വകുപ്പ് മന്ത്രി കോതമംഗലത്ത് എത്തുന്നുണ്ട്. അപ്പോൾ മന്ത്രിയുടെ മുമ്പിലെങ്കിലും പ്രാദേശിക നേതാക്കളോ അതിൽ മുതിർന്ന നേതാക്കളോ ഈ വിഷയം ഒന്ന് ചർച്ചയാക്കിയിട്ട് ഇവിടുത്തെ നിലവിൽ നശിച്ചു കിടക്കുന്ന ഫെൻസിങ് സംവിധാനങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ശരിയാക്കി പ്രവർത്തനക്ഷമമാക്കാനായിട്ട് ശ്രമിക്കുമെന്നും ഇതിലൊരു പരിഹാരം കാണാനായിട്ട് വനം മന്ത്രി ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഈ പ്രദേശവാസികളെല്ലാവരും.